അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ. സ്ത്രീകൾ അവരുടെ കാലുകൾ നിലത്തിട്ട് അടിച്ച് ശബ്ദമുണ്ടാക്കരുത്. അവർ രഹസ്യമാക്കി വെച്ചിട്ടുള്ള അവരുടെ സൗന്ദര്യത്തെ, ആ സൗന്ദര്യത്തിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കുവാൻ വേണ്ടി. അപ്പോൾ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുവാൻ വേണ്ടി അവരുടെ നടത്തത്തിൽ ശബ്ദമുണ്ടാക്കി നടക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് ഏത് രൂപത്തിലുള്ള ശബ്ദവുമാകാം. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത് വലാ യജ്അൽന ഫീ അർജുലിഹിന്ന മിനൽ ഹുലിയ്യി മാ ഇദാ മശൈന ഔ ഹറക്നഹുന്ന അലിമ അന്നാസു അല്ലദീന മശൈന ബൈനഹും മാ യുഖ്ഫീന മിൻ ദാലിക്. ഒരു സ്ത്രീ മറ്റു ജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ, പുരുഷന്മാർക്കിടയിലൂടെ നടക്കുമ്പോൾ അവളുടെ കാലുകളിലുള്ള ആഭരണങ്ങൾ, പാദസരവും അതേപോലെയുള്ള ആഭരണങ്ങളുമാണ് ഉദ്ദേശം. അങ്ങനെയുള്ള പാദസരങ്ങൾ, അതുകൊണ്ട് അവർ ശബ്ദമുണ്ടാക്കരുത്. കാരണം ആ സൗന്ദര്യത്തിലേക്ക്, അവരുടെ പാദസരത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ കാലുകളുടെ സൗന്ദര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ മറ്റുള്ളവർ നോക്കാൻ വേണ്ടി നിങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കരുത്, പാദസരങ്ങൾ കിലുക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഫഹുവ അൻ തഖറഅൽ ഖൽഖാല ബിൽ ആഖിരി ഇൻദ റിജാലി വയകൂന ഫീ റിജ്ലൈഹാ ഖലാഖിലു ഫതുഹർരികഹുന്ന ഇൻദ റിജാൽ ഫനഹ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ ദാലിക് ലിഅന്നഹു മിൻ അമലി ശൈത്താൻ. പുരുഷന്മാർക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അവർ അവരുടെ പാദസരങ്ങളെ ഇളക്കുന്നു. എന്തിനാണത്? അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി, പുരുഷന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി. അത് പിശാചിന്റെ പണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിനികൾക്കത് വിലക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്.